ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക. അതേപോലെ തന്നെ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ബാറ്ററി ഇടയ്ക്ക് ചാർജ് ഇറങ്ങി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി സ്ലോ സ്പീഡിൽ നിർത്തുന്ന സമയത്ത് വണ്ടി ഒന്ന് ഓടിക്കൊന്ന് നിൽക്കുമ്പോഴത്തേക്ക് വണ്ടി ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക്. പിന്നെ നമുക്ക് അതിൻ്റെ ഇഗ്നീഷ്യൻ സ്വിച്ച് ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്. ആ താക്കോൽ സ്വിച്ച് ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട് നിലവിൽ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. നിലവിലെ കമ്പനി ലൈൻഡറാണ് നമുക്ക് കിടക്കണേ. ഹീറോൻ്റെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബാക്കിലത്തെ ടയറൊക്കെ ആയാലും പുതിയ ടയർ കിടക്കണേ. അതേപോലെ തന്നെ ബാക്കിലത്തെ ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. വീൽ ബെയറിങ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് ഈ ടയർ ഇടേണ്ടി ഇരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇതിൻ്റെ ടയർ ഇടുമ്പോൾ തന്നെ നമുക്ക് വണ്ടിക്ക് ഒരു പാളിച്ച കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഈ മോഡൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പരമാവധി ഉപയോഗിക്കുക. ഇനി ആയാലും മാറ്റിയിടുമ്പോൾ ഈ മോഡൽ ഇടാതിരിക്കുക. ഒന്നുപോലെ സാപ്പറോ ചൂസ് ചെയ്യുക. സാപ്പർ മോഡൽ ഇടാം. അതല്ലെങ്കിൽ സാധാ നൈലോൺ ഗ്രിപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഇത് കുറച്ചുകൂടി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി വെട്ടലായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഹാൻഡിൽ നമുക്കൊരു ബലം അനുഭവപ്പെടുന്നുണ്ട്. അത് ആ ടയറിൻ്റെ ആണ്. ടയർ മാറ്റിയതിന് ശേഷമായിരിക്കും നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ്. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഓൾറെഡി അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് കൈയോടെ മാറ്റിയിടാം. ബാക്കിലത്തെ വീൽ റബ്ബർ ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ചെയിൻ ഒന്ന് നല്ല രീതിയിൽ ലൂസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് ചെയിൻ ഒന്ന് ഗ്രീസ് കൊടുത്തിട്ട് ചെയിൻ ടൈറ്റ് ചെയ്തിടുക. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്. ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഓൾറെഡി നമുക്ക് ആ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എഞ്ചിൻ വാണിംഗ് ലാമ്പ് ഇങ്ങനെ കത്തി നിൽക്കുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് പെയർ ചെയ്ത് നോക്കിയിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിലതിനകത്ത് ഓൾറെഡി ഒരു കോഡ് കാണിക്കുന്നുണ്ട്. നമ്മളതിനകത്തേക്ക് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് 2 കോഡ് വരുന്നുണ്ട്. കംപ്ലയിൻറ്റ്സ് കോഡ് 2 തന്നെ ഉണ്ട്. ഒന്ന് ഫ്യൂൽ പമ്പിൻ്റെ പ്രൈമറി സർക്യൂട്ട് കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഓൾറെഡി ഇഗ്നീഷ്യൻ സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്വിച്ച് നിലവിൽ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഓൾറെഡി അതിൻ്റെ ലൈൻ വരുന്നത് പ്രൈമറി സർക്യൂട്ടിലേക്ക് വരുന്ന ലൈൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഗ്നീഷ്യൻ സ്വിച്ചിൻ്റെ ഭാഗത്തു നിന്നാണ്. അത് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരു സർക്യൂട്ട്, ഫ്യൂൽ പമ്പിൻ്റെ വേറെ സർക്യൂട്ട് വരാം. അപ്പോൾ അതാണ് ആ പ്രോബ്ലം മെയിനായിട്ട് പറഞ്ഞ തന്നെ. പിന്നെ രണ്ടാമത് വന്നേരം നമുക്ക് സ്റ്റാർട്ടർ റിലേയുടെ സർക്യൂട്ട് ലോ ആയിട്ട് കാണിച്ചാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കിയേക്കാം. അതേപോലെ ഇഗ്നീഷ്യൻ സ്വിച്ചും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ നിലവിൽ ആ പ്രോബ്ലം സോൾവ് ആവേണ്ടതാണ്. പിന്നെ കോമൺ ആയിട്ട് നമുക്ക് സ്പ്ലെൻഡർ മോഡൽ വണ്ടിക്ക് ഈ പെട്ടെന്നൊരു ഏർപ്പെടുത്തതോടുകൂടി വണ്ടി ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് അത് പൊതുവേ നിലവിലുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടിയില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ അതാണ്. അത് നോക്കി ക്ലിയർ ചെയ്തിട്ടേക്കാം. പിന്നെ അതേപോലെ എൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ്. 2024 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കണേ. 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററി ഇരിക്കണം. എനിക്ക് തോന്നുന്നത് ഒരു പ്രാവശ്യം കമ്പനി വണ്ടിയിൽ വന്ന ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റി ഒരെണ്ണം വെച്ചു. അതിനുശേഷം വീണ്ടും കംപ്ലയിൻ്റ് ആയിട്ട് ഇത് ഇരിക്കുന്നത് ബാറ്ററി വാറണ്ടിയിൽ കിട്ടിയ ബാറ്ററിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും പ്രകാരം വെച്ച് നോക്കുകയാണെങ്കിൽ 3 ബാറ്ററി ഇപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2024 മോഡൽ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇതിനകത്ത് വോൾട്ട് കാണിക്കുന്നത് 8.35 വരെ കാണിക്കണേ. വളരെ ലോ ആയിട്ട് കാണിച്ചാണ്. നമ്മൾ ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഫുൾ ഡൗൺ ആയി പോവാം. അപ്പോൾ നിലവിലൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ചാർജ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്കത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിലേ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടിയിൽ വയ്ക്കാം. അതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിമേന്ന് കൃത്യമായിട്ട് കയറുന്ന അളവാണ് നമുക്ക് കറക്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നിലവിൽ നമുക്ക് വണ്ടി ഓടി വന്നിട്ട് സെൽഫ് അടിക്കുമ്പോൾ വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വണ്ടിമേന്ന് കയറുന്ന അളവ് കറക്റ്റാണ്. പക്ഷേ നമ്മളതൊരു ഫുൾ ചാർജിൽ വെച്ചതിന് ശേഷം വേണം നമുക്ക് ഒന്നുകൂടിയും ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലെവൽ ഒരല്പം കുറവ് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ലെവലില്ല. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിലൊന്ന് കൈയോടെ മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലും കൂടി നമ്മൾ അഴിച്ച് ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യേണ്ടതുണ്ട്. തന്നെയല്ല നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഫ്രണ്ടിലേക്ക് വരുന്നത് ഈ ഒരു കേബിൾ ഓൾറെഡി തുരുമ്പൊക്കെ പിടിച്ച് ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കേബിൾ പിന്നെ ഒരു കേബിളും കൂടി ഉണ്ട്. അത് നമുക്ക് ഈ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് കണക്ഷൻ പോരുന്ന കേബിളാണ്. അതും ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. മാറ്റണമെങ്കിൽ കൂട്ടത്തേക്ക് നമുക്ക് മാറ്റിയിടാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓടിയതിന് ശേഷം മാറ്റിയിട്ടാലും മതി. കാരണം ഞാൻ ഇവിടെ ഔട്ടർ വലിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കൈയോടെ മാറ്റി പോകണമെങ്കിൽ അതന്നെ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ പിന്നീട് സംഭവിക്കാന്ന് ബ്രേക്ക് ജാം ആവുന്നൊരു കംപ്ലയിൻറ്റ് വരും. ഫ്രണ്ട് ബ്രേക്ക് ജാം ആവുന്ന ഒരു കംപ്ലയിൻറ്റിലേക്ക് വരും. കേബിൾ ആകുമ്പോഴുള്ള പ്രോബ്ലം ഔട്ടർ വലിയതിനനുസരിച്ച് ലോഡാവും. അത് നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ രീതിയുടെ അടുത്ത സർവീസ് വരെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ജായിക്ക് മുമ്പ് തന്നെ ബ്രേക്ക് ലോഡായി ജാം ആവുന്ന ഒരു കംപ്ലയിൻറ്റിലേക്ക് വന്നേക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കത് അപ്പഴിച്ച് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ വേണമെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്കിപ്പോൾ മാറ്റി പോകാമെന്നുള്ളൂ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി.
പിന്നെ ഇഗ്നീഷ്യസ് സ്വിച്ച് ക്ലീൻ ചെയ്യണം. ഇഗ്നീഷ്യസ് സ്വിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ ഫ്രണ്ട് സൈഡ് ഫുള്ളായിട്ട് നമുക്ക് അഴിച്ച് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഇന്നർ പാർട്സാണ് തന്നെ. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് അഡീഷണൽ കുറച്ച് സമയം കൂടി നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. എന്തായാലും വണ്ടി കുറച്ച് ലേറ്റായിട്ടാണ് കയറിയേക്കുന്നത്, കാരണം ഓൾറെഡി ബുക്കിംഗ് വണ്ടികളുള്ളത് കൊണ്ട് അത് കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് നമ്മുടെ വണ്ടി കയറിയേക്കണേ. അപ്പോൾ തീരുമാനിച്ചിട്ട് വൈകിട്ട് തീരുള്ളൂ, ഏകദേശം ഒരു 7 മണി 7:15 ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും ഇവിടുന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് വന്നാൽ മതി, അതല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പോസ്റ്റായി പോകും. അപ്പോൾ വാഷിംഗ് അടക്കം കഴിഞ്ഞാൽ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. പിന്നെ അതേപോലെ തന്നെ എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്ന് പറയണം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ബ്രേക്ക് കേബിളിൻ്റെ കേസും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് കൃത്യമായിട്ടൊന്ന് എടുത്ത് പറയണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്കൊരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ.